ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി ഓടി ഓടി തളർന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അച്ചോട്ടൻ ചോദിച്ചു, മോക്ക് എന്താ പറ്റുക? ഈയിടെയായിട്ട് ഭയങ്കര സങ്കടമാണല്ലോ മുഖത്ത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുണ്ടെങ്കിൽ അച്ഛനോട് പറ, നമുക്ക് ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു. ഒന്നുമില്ല അച്ഛാ, ഒരു കുഴപ്പമില്ലാന്ന് ഭൂമി പറയാം. നമുക്കൊന്ന് പോയാലോ എന്ന് ചോദിച്ചു. ആഹാ, ഇതിലെന്തെങ്കിലും എടുത്ത് കഴിക്കാൻ പറഞ്ഞു കൊടുക്കുമ്പം എനിക്കതൊന്നും വേണ്ട അച്ഛാന്ന് പറഞ്ഞു. ബാ എന്നും പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ മോൾ അച്ഛനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛനും മോളും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുമ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചു. അല്ല CCTV ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പം എടി ഇതുണ്ടല്ലോ വന്ദേ ഭാരതാണെന്നും ബോംബെ മെയിലാണെന്നും അച്ഛൻ പറയുമ്പോൾ വാ കയറ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും മോളും കൂടി ഇങ്ങനെ പോകണം. അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടിയിൽ കയറി ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഭൂമിയുടെ മുഖത്ത് ഭയങ്കര സങ്കടം വീണ്ടും. വണ്ടി നിന്ന് തള്ളാൻ ആരെയും കിട്ടില്ല കേട്ടോ. അപ്പോൾ അതെന്താ, ടൂറിസ്റ്റുകൾക്ക് ഇവിടെ നിരോധനം ഏർപ്പെടുത്തിയെന്ന് പറഞ്ഞു. ആണോ? അതല്ല, അതിനൊരു കാരണം വേണ്ടേന്ന് അച്ചോട്ടൻ ചോദിക്കുമ്പം അച്ഛൻ്റെ കാറ് തള്ളിക്കൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെട്ട് കാണുമെന്നുള്ള കാര്യം ഇതിങ്ങനെ പറയണു. അപ്പോൾ അച്ചേട്ടൻ ഇങ്ങനെ ചിരിക്കാം, അമ്പടി കള്ളി എന്നും പറഞ്ഞു. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഈശ്വര എന്ന് പറഞ്ഞോട്ട് അച്ചേട്ടൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ഭൂമി ഇങ്ങനെ നോക്കുക, പണിയായോ? വണ്ടി എന്ത് ചെയ്തോ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോഴത്തേക്കും ഭൂമി ഇരുന്ന് ചിരിക്കാനും തുടങ്ങി കേട്ടോ. വന്ദേ ഭാരതായി പണി മുടക്കി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വീണ്ടും സ്റ്റാർട്ടാക്കാൻ നോക്കാം. നടക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരും കൂടി ചെന്ന് ബോണറ്റൊക്കെ തുറന്നു നോക്കി. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ രക്തം ഛർദ്ദിക്കുന്നത് പോലെ തോന്നുന്നു എനിക്കെന്ന് പറഞ്ഞപ്പോൾ ഭൂമി ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഭൂമിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം. എഞ്ചിൻ മാറ്റിയാൽ ചിലപ്പോൾ ഓടിയേക്കുമെന്ന് അച്ചേട്ടൻ പറയാം കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് ഇനി അധികം ആയുസില്ല മോളെ എന്ന് അച്ഛൻ പറയുമ്പം അത് അച്ഛനെ ഉദ്ദേശിച്ചാണെന്നുള്ള രീതിയിൽ ഭൂമി അതങ്ങനെ കേട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഭൂമിയുടെ മുഖം അല്ലാണ്ടായി. അതിന് മോൾക്ക് എന്താ പറ്റി ചോദിച്ചു. അപ്പം അച്ഛൻ ഈ വണ്ടി ഞാനുമായിട്ടുള്ള ബന്ധം പറഞ്ഞു തരാമെന്ന് നേരത്തെ എന്നോട് പറഞ്ഞതാ, എന്നിട്ട് എന്താ അച്ഛൻ പറഞ്ഞു തരാത്തേന്ന് ചോദിച്ചു. എന്താ അച്ഛാ എന്നോടത് പറയാത്തേ? ഈ കാറും ഞാനും അച്ഛനുമായിട്ടുള്ള ബന്ധം എന്നിങ്ങനെ ഭൂമി ചോദിക്കുമ്പം സമയമാവട്ടെ അച്ഛൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ചുമ വന്നു അദ്ദേഹത്തിന്. ചുമച്ചപ്പോഴത്തേക്കും ചോരയും ഛർദ്ദിച്ചു. അയ്യോ അച്ഛാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ എനിക്കൊന്നും ഇല്ലടി മോളേന്ന് അച്ചുവേട്ടൻ. എന്തായാലും പോകണം, ഞാനൊരു ടാക്സി വിളിക്കാമെന്ന് പറഞ്ഞു ഭൂമി. അപ്പോൾ എൻ്റെ കാറോ അത് നമുക്ക് വർക്ക്ഷോപ്പിൽ എങ്ങാനും വിളിച്ച് പറയാം എന്ന് പറഞ്ഞു ഭൂമി വേഗം തന്നെ വണ്ടി വിളിച്ചു. വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണ് ഹോസ്പിറ്റലിൽ. അവിടെ ചെന്നു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മെഡിസിൻ കൊണ്ടൊന്നും അച്ചുവിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അച്ഛനെ മരണത്തിന് വിട്ടു കൊടുക്കണോ എന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറയരുതെന്ന് ഭൂമി പറഞ്ഞു കേട്ടോ. അച്ഛൻ കൂടെ ഇല്ലാത്ത നാളുകൾ എൻ്റെ ചിന്തയിലേ ഇല്ല എന്ന് ഭൂമി പറയാം. പണത്തിനായി പല മാർഗങ്ങളും ഞാൻ തേടുന്നുണ്ടെന്നും ഒന്നും ശരിയാകുന്നില്ല എന്നും ഭൂമി പറയുമ്പം എനിക്കതൊക്കെ അറിയാം ഭൂമി. തനിക്ക് അച്ഛനോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് എനിക്കറിയാം. തൻ്റെ നിസ്സഹായത അതെല്ലാം എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭൂമിയും ഡോക്ടറുമായിട്ട് സംസാരിക്കുക, ഇനിയും ഒരുപാട് സമയം മുന്നോട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളെല്ലാം ഭൂമിയോട് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചിട്ട് ഡോക്ടറുടെ അടുത്ത് നിന്ന് ഭൂമി ഇങ്ങ് പോന്നു. അപ്പോൾ അച്ചേട്ടൻ അവിടെ ഇരിക്കുക. അപ്പോൾ അച്ചേട്ടൻ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രക്തം തുപ്പുന്നതിൻ്റെ കാരണം എന്താ? അത് പിന്നെ അൾസർ അച്ഛാ, ആരംഭമായതേ ഉള്ളൂ, മരുന്ന് കഴിച്ചാൽ മാറുമെന്നും മരുന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ട് അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി. നമ്മുടെ കാറ് റോഡിൽ കിടക്കുകയല്ലേ, വർക്ക്ഷോപ്പുകാരെ വിളിച്ച് പറയാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭൂമി. ആ കാറ് ഇനി പണിതിട്ട് കാര്യമില്ല മോളെ എന്ന് അച്ചുവേട്ടൻ. അതെൻ്റെ അച്ഛൻ്റെ ജീവനല്ലേ, ആ ജീവൻ ഞാൻ വിട്ടു കൊടുക്കുമെന്ന് ചോദിച്ചു ഭൂമി. അവിടുന്ന് മരുന്ന് മേടിക്കാനായിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചുവേട്ടൻ അവിടെ ഇരിക്കുക. അത് കഴിഞ്ഞ് ഭൂമി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ഭൂമിയിൽ നിന്ന് അകത്തുനിന്നൊരു വിളി, ഡോക്ടർ വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഭൂമി അകത്തേക്ക് വീണ്ടും കയറി ചെല്ലുന്നു. ഭൂമി അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചുവേട്ടൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ച്. അങ്ങനെ അച്ചുവേട്ടൻ ആ ഒരു സമയത്ത് ഇങ്ങനെ വന്നതും പിന്നെ രണ്ടുപേര് കൊച്ചിനെ കൊണ്ടുവന്ന് കൊടുത്തതും പിന്നെ അതിനെ കൊണ്ടുവന്ന് കാട്ടിൽ കിടത്തിയതുമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ അന്ന് കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയതാണ് നമ്മുടെ ഭൂമിയെ. ആ സമയത്ത് അച്ചുവേട്ടൻ്റെ മനസ്സ് സഹിക്കാനാകാതെ അച്ചുവേട്ടനാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. അങ്ങനെ കൊണ്ടുവന്നിട്ടേക്കുന്ന ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തതും അങ്ങനെ പണ്ട് നടന്ന ആ ഒരു കാര്യമെല്ലാം ആലോചിച്ച് തല പുകഞ്ഞു നിൽക്കുന്ന ആ ഒരു അച്ചുവേട്ടൻ്റെ മുന്നിലേക്ക് ഭവാനി അയച്ച ആ ഗുണ്ടതേ വരുന്നു, കൊലയാളി. 4 വാർഡ് നോക്കി അയാൾ അച്ചുവേട്ടൻ്റെ അടുത്തേക്ക് വരിക. പിച്ചാത്തിയായിട്ട് ഇങ്ങനെ അച്ചുവേട്ടൻ്റെ പുറകിൽ വന്ന് നിൽക്കുമ്പം അച്ഛാ എന്നും പറഞ്ഞു വന്ന് നമ്മുടെ ഭൂമി വിളിക്കുന്നു. ഭൂമി വിളിച്ചപ്പം തൊട്ട് പുറകിൽ ഒരു പുള്ളിക്കാരൻ നിൽക്കുന്നത് ഭൂമി കണ്ടു. പുള്ളി ഒന്നും അല്ലാത്ത പോലെ അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ഭൂമി അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ തലനാരിഴയ്ക്ക് അച്ചുവേട്ടൻ രക്ഷപ്പെട്ടു. ഇവനാണെങ്കിൽ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോരും കേട്ടോ. എന്തായാലും ഉദ്ദേശിച്ചു വന്ന കാര്യം നടന്നില്ലല്ലോ. അപ്പം അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ച് അങ്ങനെ അച്ചുവേട്ടനും ഭൂമിയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോകണു.
പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ഛനെ കുടിക്കാൻ എന്തെങ്കിലും വേണം, ഇവിടെ ക്യാൻറ്റീനുണ്ട്, അപ്പോൾ നമുക്ക് കുടിക്കാമെന്ന് പറഞ്ഞു, ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട മോളെ എന്ന് പറഞ്ഞാൽ അച്ചേട്ടൻ നിൽക്കും. അപ്പോൾ ഇയാൾ തൊട്ട് പുറകിൽ വന്ന് നിൽക്കുകയാണ് ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ. സമയത്ത് നമ്മുടെ ഭൂമി അങ്ങോട്ടേക്ക് പോയി, അച്ചേട്ടൻ അവിടെ നിൽക്കുന്നു. വീണ്ടും അയാൾ നമ്മുടെ അച്ചേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അച്ചേട്ടൻ പതുക്കെ ഇങ്ങനെ നടന്ന് വരുന്നു. അപ്പോൾ ഇയാൾ വന്ന് അച്ചേട്ടൻ്റെ പുറകിലേക്ക് അച്ചുവേട്ടനെ തൊട്ടില്ലെന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഭൂമി അങ്ങോട്ടേക്ക് വണ്ടിയായിട്ട് വന്നു. അങ്ങനെ അച്ഛനും മോളും കൂടെ വണ്ടിയിൽ കയറി അങ്ങ് പോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ ഇങ്ങനെ കണ്ണാടിയൊക്കെ ഊരി ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ഭൂമി തൻ്റെ കോഫി ഷോപ്പിലെത്തി. അവിടെ ജോലികളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഭൂമി വിളിച്ചു. ഭൂമിയെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ 15 പീസ് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി ചായ എടുക്കുക. അങ്ങനെ ഭൂമി ചായ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ കാര്യം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ കാണിക്കുന്ന പോലീസുകാരെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ബൊക്കെമാലയൊക്കെ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന സമയത്ത് അജയ് സാറിനുള്ള സ്വീകരണമാണെന്നും ആഭ്യന്തരമന്ത്രിയുടെ മകൻ്റെ കേസ് തെളിയിച്ചില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതാണോ എത്ര കൊല്ലമായിട്ട് തെളിയാതെ കിടന്ന കേസായിരുന്നത്, അപ്പോൾ അത് എക്സലൻറ്റ് ജോബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അവിടെ വേറൊരാൾ വന്നു. അദ്ദേഹമായിട്ടാണ് ഈ പോലീസുകാർ സംസാരിക്കുന്നത്. അജയ് എത്തിയിട്ടില്ലേന്ന് ചോദിച്ചു. ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ അജയ് സാർ അങ്ങോട്ടേക്ക് വന്നു. അജയ് വന്നപ്പം ഓ സാറ് വീണ്ടും എത്തിയോന്ന് ചോദിച്ചു. നിനക്ക് പൊങ്കാലയിടാൻ വേണ്ടി തന്നെ ഞാൻ വന്നിരിക്കുന്നതെന്ന് ഭൂമിയോട് അജയ് പറയാം. പൊങ്കാല സാറിന് കിട്ടുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ ഭൂമി എന്നൊരു അജയോട് പറയട്ടോ. കണ്ണി കണ്ടവരൊക്കെ സാറിന് പൊങ്കാല ഇടുകല്ലേന്നും ഭൂമി ചോദിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഭൂമി ഇങ്ങനെ ചിരിച്ചോണ്ട് നിന്നിങ്ങനെ കളിയാക്കി. അജയ് അന്നേരം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറി പോവുകയും ചെയ്തു. അജയ് അങ്ങ് കയറി ചെന്നപ്പം എന്തോ പരിപാടി ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി ഇങ്ങനെ നിൽക്കുമ്പോൾ ഹലോ സാർ എന്നും പറഞ്ഞതേ ഒരാൾ. അപ്പോൾ നീ എപ്പോൾ വന്നടാ എന്ന് ചോദിച്ചു. കാണണമെന്ന് പറഞ്ഞപ്പോൾ ഓടി ഇങ്ങ് എത്തിയതാണെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പം അയ്യോ തീറ്റയ്ക്കുള്ളൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും മാലയും ബൊക്കെയൊക്കെ ആയിട്ട് കൊടുക്കാം. എന്താണോ ഇതൊക്കെ, കേസ് തെളിയിച്ചതിന് ഞങ്ങളുടെ ഒരു സന്തോഷ പ്രകടനമാണെന്ന് SI സാറ് പറഞ്ഞപ്പം എന്തിനാണോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവരുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് അദ്ദേഹം പറയണു. അതനുസരിച്ച് മാല ഇടാൻ നോക്കുമ്പോൾ സാർ ഭൂമിയെ കൂടെ വിളിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അല്ല ഭൂമിയല്ലേ സാർ ഈ കേസ് തെളിയിക്കാനുള്ള ഐഡിയ തന്നത്. അപ്പോൾ എന്ത് ഐഡിയ ആണോ അവൾ തന്നത് എന്ന് അജയ് ചോദിക്കുക കേട്ടോ. ഇപ്പോൾ സാറുമാരെല്ലാവരും ആകെ അല്ലാണ്ടായി. ശരിയാണല്ലോ, അവൾ മരണം നടന്ന വീട്ടിൽ പോയി എല്ലാം പരിശോധിച്ച് അയൽവാസികളെ ചോദ്യം ചെയ്ത് എന്നിട്ട് കേസ് ഡയറി എഴുതി അല്ലേ, എല്ലാ തെളിവുകളും അവൾ ശേഖരിച്ചു. DYSP അത് ശരിയും വെച്ചു. ഒരു ചായക്കടക്കാരിയുടെ ഡയറി കുറിപ്പ് എന്നൊരു കഥ കൂടി എഴുതടോ എന്ന് പറഞ്ഞ് അജയ് കളിയാക്കുക കേട്ടോ അവരെല്ലാവരെയായിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ എന്നും പറഞ്ഞിങ്ങനെ ഈ സ്റ്റേഷനിൽ വന്ന് നമ്മുടെ അജയ് സാറ് നമുക്കൊരു അഭിമാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് SI സാർ അവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഭൂമി കൈയൊക്കെ അടിച്ച് അകത്തേക്ക് കയറി വരുന്നു. ഭൂമി കൈയടിച്ച് അകത്തേക്ക് കയറി വന്നപ്പം കൺഗ്രാറ്റുലേഷൻസ് സാറിനും ഭൂമി പറയാം അജയോട്. അപ്പോൾ അന്തം വിട്ട് നോക്കി നിൽക്കുക എല്ലാവരും. സാറിനുള്ള ഈ ഒരു സ്വീകരണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് മഹാഭാഗ്യമാണെന്ന് ഭൂമി അജയോട് പറയുക. ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ സാറൊക്കെ അവിടെ നിൽക്കുക കേട്ടോ. എല്ലാം ദൈവനിശ്ചയം തന്നെയാണ്. എല്ലാം ദൈവം കാണുകയായിരുന്നുവെന്നും ദൈവത്തിന് സ്തുതി എന്നൊക്കെ ഭൂമി ഇങ്ങനെ അജയോട് പറഞ്ഞു. അല്ലേ വക്കീൽ സാറേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ എന്നും പറഞ്ഞ നമ്മുടെ വക്കീൽ എപ്പോഴും സ്തുതി എന്നും പറഞ്ഞ വക്കീൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഭൂമി അജയ് നോക്കിയെന്ന് ചിരിച്ചു. അജയ്ക്ക് ഇതൊന്നും ദഹിച്ചില്ല. അജയ് കലി കയറി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ അജയ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഭൂമി വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങി പോവുക. അപ്പോൾ ഭൂമി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വക്കീൽ അന്നേരത്തേക്ക് നമ്മുടെ അജയുടെ അടുത്തേക്ക് ചെന്നു. ഇങ്ങനെ ഇരിക്കും കേട്ടോ. അജയെ തന്നെ നോക്കി. അജയ്ക്കാണ് ഭയങ്കര ദേഷ്യം. ഞാനൊരു സത്യം പറയട്ടെ നിന്നോട്. നിനക്കേ ഈഗോ വർക്കൗട്ടായി തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഈഗോ അല്ലേ? സുപ്പീരിയറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയാം. ആക്ച്വലി ഈ കേസ് തെളിയിച്ചതിൽ ഭൂമിക്ക് എന്താ പങ്കില്ലേ? പങ്കുണ്ടെന്നല്ല. അപ്പോൾ ഫുൾ ക്രെഡിറ്റ് അവൾക്കാണെന്ന് നമ്മുടെ അജയ് അന്നേരം പറയാം. അത് പരസ്യമായി സമ്മതിക്കാൻ ആത്മാഭിമാനം സമ്മതിക്കുന്നില്ല. അതല്ലേ കാര്യം? ആവാം. ഞാൻ വന്ന അന്നു മുതൽ അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഈ കേസ് ചായക്കടക്കാരി തെളിയിച്ചു എന്നൊക്കെ എന്ന് അജയ് പറഞ്ഞപ്പോൾ ചായക്കടക്കാരി ആ പ്രയോഗം എന്തായാലും എനിക്കിഷ്ടമായി എന്ന് വക്കീൽ പറയണം. അവളുടെ തൊഴിലാണ് നിൻ്റെ പ്രശ്നമല്ലേ എന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല ആൽഫ്രട്ടെ. പഴയ അജയ്യെ എനിക്ക് നഷ്ടമായെന്നും എവിടെയോ വെച്ചത് നഷ്ടപ്പെട്ടു പോയി എന്നും അജയ് പറയുമ്പം നിനക്കേ ഈക്വാലിറ്റിയുടെ ഒരു ചോരത്തിളപ്പുണ്ടായിരുന്നു. നീ പോലീസിൽ ചേർന്നതേ ആ ഒരു ഒറ്റ ചോരത്തിളപ്പ് കൊണ്ടാണെന്ന കാര്യം ഇങ്ങനെ പറയുമ്പം എടാ മതി, ഇനി പറയണ്ട. ഭൂമി വെരി ഇൻ്റലിജൻ്റ് ആണ്. എനിക്ക് അവളെ ഇഷ്ടമൊക്കെയാണ്. ബട്ട് എന്തോ
എനിക്കറിയില്ലടാ എന്താ സംഭവമെന്ന്. ഞാൻ എന്താ ഇപ്പം ഇങ്ങനെയെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് അജയ് പറയണു. ഓർക്കുമ്പോൾ ഞാൻ എല്ലാം തിരിച്ചറിയുന്നുണ്ട്. നയന, അവളോടുള്ള എൻ്റെ ചങ്ക് പറിച്ച് കാണിച്ച പ്രണയം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അജയ് തൻ്റെ ഉള്ളിൽ കൂട്ടുകാരന് മുന്നിൽ തുറന്ന് കാണിക്കാം. നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്ത് സംഭവിച്ചു, അതിനിടയിൽ വന്ന മാറ്റങ്ങൾ, ഇതെല്ലാം അജയ് പറയുമ്പോഴത്തേക്കും ഭൂമി എല്ലാവർക്കും ഉള്ള ചായ ആയിട്ട് അങ്ങ് വന്നു. അപ്പോൾ ചായ ആയിട്ട് വന്ന് ഭൂമി എല്ലാവർക്കും ചായ കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഭൂമിയെ സപ്പോർട്ട് ചെയ്ത പോലീസുകാരൻ ഭൂമിയോട് അതെ ഞാനാ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞ് ശീലിച്ചു പോയത് കൊണ്ടാണ്. അപ്പം ഇല്ല ബാലേട്ടാ, ഒരിക്കലും ഇല്ല, ഞാൻ അല്പം ഓവർ സ്മാർട്ടായെന്ന് ഭൂമി പറയാം കേട്ടോ. അപ്പം ഞാൻ സാറിനോട് സോറി പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഭൂമി അകത്തേക്ക് കയറി പോവുക. അപ്പം ഭൂമി അതെ തിളച്ചു മറിഞ്ഞാൽ പോയിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരം അറിയാം, വെള്ളം ഒഴിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഭൂമി അകത്തേക്ക് കയറി ചെല്ലും. അപ്പോൾ ചായ ആയിട്ട് അകത്തേക്ക് ഭൂമി കയറി ചെന്നപ്പോൾ ഭൂമിയെ കണ്ടപ്പോഴത്തേക്ക് അജയ്ക്ക് വീണ്ടും ദേഷ്യം. വക്കീലും തൊട്ടരികിൽ ഇരിപ്പുണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭൂമിയെ തന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ദേ സർ ചായ അവിടെ വയ്ക്കാൻ പറഞ്ഞു. ഭൂമി അത് അവിടെ വെച്ചു. ഭൂമിക്ക് സോറി പറയണമല്ലോ. അങ്ങനെ നമ്മുടെ ഭൂമി ഇങ്ങനെ നിൽക്കുക കേട്ടോ, പമ്മി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വക്കീലിങ്ങനെ ഭൂമിയെ തന്നെ നോക്കുന്നു. അത് ആ ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അജയ് ഭൂമിയെ നോക്കുന്നത് പോലും ഇല്ല. അപ്പം നമ്മുടെ വക്കീലിങ്ങനെ അജയെയും ഭൂമിയും മാറി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമി സോറി സാറെന്ന് പറഞ്ഞു. സോറി എന്ന് അജയും തിരിച്ചു പറഞ്ഞു. വക്കീലിന് എവിടെ എന്തൊക്കെയോ ഒരു ഇത്. ആ സമയത്ത് നമ്മുടെ ഭൂമി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പം എടോ എന്ന് പറഞ്ഞ് അജയ് വിളിച്ചു കേട്ടോ. അപ്പോൾ ഒരു സോറി കൊണ്ട് അവസാനിപ്പിച്ചോ എന്ന് അജയ് ഇങ്ങനെ ഭൂമിയോട് ചോദിക്കുക കേട്ടോ. ഇതെന്താ എടോ, ദേ താനാണ് ആ കേസ് തെളിയിച്ചതെന്നും എനിക്കതിൽ തർക്കമൊന്നുമില്ല എന്ന് നമ്മുടെ അജയ് പറയുമ്പോൾ അയ്യോ അങ്ങനെ ഒരു ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട സാറേ, സത്യം പറയാമല്ലോ സാറങ്ങനെ സൗമ്യമായിട്ട് പെരുമാറുമ്പോൾ കാണാൻ ഒരു ചേലും ഇല്ല കേട്ടോ നമ്മുടെ ഭൂമി ഇങ്ങനെ പറയാം. സാറേ ദേഷ്യപ്പെടുമ്പോഴാണ് സൗന്ദര്യം വരുന്നത് എന്ന് നമ്മുടെ ഭൂമി ഇങ്ങനെ പറഞ്ഞു. അല്ല സാറ് ചായ കുടിച്ചില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ വക്കീലിന് ചിരി വരുന്നു. വക്കീലിങ്ങനെ മൂക്കും പൊത്തി ചിരിക്കുക. അപ്പോൾ എടുത്തോട്ട് പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയ് ഒറ്റ വെച്ച് നിന്നോട് കണ്ടുപോകരുതെന്നും പറഞ്ഞുകൊണ്ട് അജയ് ഇതേ ചൂടായി ഭൂമിയോട്. അത് കേട്ടപ്പോൾ ഭൂമി ഒന്നും പേടിച്ചു നടുങ്ങി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.